നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാർപ്പാപ്പയ്ക്കായി ജപമാല ചൊല്ലി വിശ്വാസികൾ. ഗുരുതരാവസ്ഥയിൽ തുടർന്ന് ഫ്രാൻസിസ് പാപ്പ. മതവിദ്വേഷ പരാമർശം PC ജോർജ് റിമാൻഡിൽ. അയർലൻഡ് യൂത്ത് കൗൺസിൽ രൂപീകരിച്ച കത്തോലിക്ക കോൺഗ്രസ്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണം, ദമ്പതികൾക്ക് ദാരുണാന്ത്യം. ആക്രമണം കടുപ്പിച്ച് റഷ്യ. യുക്രൈനിൽ 24 മണിക്കൂറിനിടെ പറന്നെത്തിയത് 267 ഡ്രോണുകൾ. വാർത്തകൾ വിശദമായി. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ജെമല്ലി ആശുപത്രിക്ക് മുന്നിൽ ജപമാല ചൊല്ലി വിശ്വാസികൾ. ഇന്നലെ ഞായറാഴ്ചയും തലേനാൾ ശനിയാഴ്ചയും നടന്ന പ്രാർത്ഥനയിൽ വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആയുരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടന്നു വരികയാണ്. അതേസമയം മാർപ്പാപ്പ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നാണ് വത്തിക്കാനിൽ നിന്നും പുറത്തുവരുന്ന വാർത്ത. ആശുപത്രിക്ക് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ശില്പത്തിനു ചുറ്റും നിന്നാണ് ജപമാല ചൊല്ലി വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത്. അതേസമയം ഫെബ്രുവരി 14 ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതു മുതൽ ജെമല്ലി ഹോസ്പിറ്റലിന് മുന്നിലെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ രൂപം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിശ്വാസികളുടെ സംഗമ സ്ഥാനമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പ്രത്യേക ജൂബിലി കുർബാനയ്ക്കായി ഒത്തുകൂടിയ 4000-ലധികം സ്ഥിരം ഡീക്കന്മാർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ വചന സന്ദേശം ആർച്ച് ബിഷപ്പ് റീനോ ഫെസിച്ചില്ല വായിച്ചു. പാപ്പ തന്റെ ആശുപത്രി മുറിയിൽ നിന്ന് തയ്യാറാക്കിയ സന്ദേശമായിരുന്നു ഇത്. ഇന്നലെ ഞായറാഴ്ച റോമിലെ സെന്റ് ജോൺ ലാറ്റർ ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി റോം രൂപതയുടെ കർദിനാൾ വികാരി കർദിനാൾ ബെൽദസാരെ റീന വിശുദ്ധ കുർബാന അർപ്പിച്ചു. കർത്താവ് മാർപ്പാപ്പയെ തന്റെ കൃപയാൽ താങ്ങുകയും ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാൻ ശക്തി നൽകുകയും ചെയ്യുവാൻ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകാൻ വിശ്വാസികൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, ഞാനിപ്പോൾ ആയിരിക്കുന്നത് റോമിലെ ജെമല്ലി ആശുപത്രിയുടെ മുൻപിൽ നിന്നാണ്. ഈ ആശുപത്രിയിലാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അഡ്മിറ്റ് ആയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നമ്മളെല്ലാവരും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിനും തിരിച്ചുവരവിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ മുൻപിലായിട്ട് ഒരു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ഒരു തിരുസ്വരൂപമുണ്ട്. എൻ്റെ പുറകിലായി നിങ്ങൾക്കത് കാണാം. അവിടെ ധാരാളം ആളുകളാണ് ഓരോ സമയത്തും പരിശുദ്ധ പിതാവിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ധാരാളം വൈദികരും സിസ്റ്റേഴ്സും അൽമായരുമായിട്ടുള്ള ആളുകൾ ത്യാഗങ്ങൾ സഹിച്ച് പരിശുദ്ധ പിതാവിന് വേണ്ടി ജപമാല ചൊല്ലിയും മറ്റു പ്രാർത്ഥനകൾ നടത്തിയും പ്രാർത്ഥിക്കുകയാണ്. മതവിദ്വേഷ പരാമർശത്തിൽ BJP നേതാവും പൂഞ്ഞാർ മുൻ MLAയുമായ PC ജോർജ് റിമാൻഡിൽ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ഒളിവിൽ പോയ ജോർജ് ഇന്ന് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിന് പിന്നാലെ ജോർജിനെ തേടി പോലീസ് പലതവണ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ വീട്ടിൽ നിന്ന് വിട്ടുനിന്ന PC ജോർജ് താൻ തിങ്കളാഴ്ച ഹാജരാകുമെന്നായിരുന്നു പോലീസിനെ അറിയിച്ചത്. എന്നാൽ സ്റ്റേഷനിൽ ഹാജരാകാതെ അഭിഭാഷകനും BJP നേതാക്കൾക്കുമൊപ്പം മജിസ്ട്രേറ്റിന് മുന്നിലാണ് PC ജോർജ് എത്തിയത്. ചാനൽ ചർച്ചയിൽ മതവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിനെ രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് ഹൈക്കോടതി ജാമ്യം തള്ളിക്കൊണ്ട് നിരീക്ഷിച്ചിരുന്നു. മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കി. PC ജോർജ് മുൻപ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരനെ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശമാകുമെന്നും കോടതി പറയുകയുണ്ടായി. എന്നാൽ ഇതിനിടെ ഈരാറ്റുപേട്ടയിലെ എല്ലാവരും തീവ്രവാദികളാണെന്ന് PC ജോർജ് പറഞ്ഞിട്ടില്ലെന്ന വാദവുമായി മകനും BJP നേതാവുമായ ഷോൺ ജോർജ് രംഗത്തെത്തി. PC ജോർജ് പറഞ്ഞ വാക്കുകൾക്കപ്പുറത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അദ്ദേഹം അതിന് കൃത്യമായ ക്ഷമാപണം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ആർക്കെങ്കിലും അതുവഴി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിരുപാധികം ഞാൻ ആ പ്രസ്താവന പിൻവലിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ ആ വിഷയം കത്തിച്ച് നിർത്തണം. സ്വാഭാവികമായിട്ടും PC ജോർജിൻ്റെ അറസ്റ്റിലൂടെ ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് ലൈവായിട്ട് നിർത്തണം. ഇപ്പോൾ മനസ്സിലാക്കേണ്ട എല്ലാ കാലത്തും ഈരാറ്റുപേട്ടയെ ഏറെ സ്നേഹിച്ചിട്ടൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഈ നോട്ടീസ് തന്ന ഈരാറ്റുപേട്ട CI, അത് ഈരാറ്റുപേട്ട CI ഓഫീസ് PC ജോർജ് ഉണ്ടാക്കിയതാണ്. PC ജോർജ് ഹാജരാകേണ്ട ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി PC ജോർജ് ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ടയിൽ ഇന്ന് കാണുന്നതെല്ലാം PC ജോർജ് ഉണ്ടാക്കിയതാണ്. എന്തിനാ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ലീഗിൻ്റെ എതിർപ്പിനെ അവഗണിച്ച്
PC ജോർജ് UDF-ലുള്ള സമയത്ത് ലീഗിന്റെ എതിർപ്പിനെ അവഗണിച്ച് PC ജോർജ് ഉണ്ടാക്കി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ അയർലൻഡ് ദേശീയ കമ്മിറ്റി ഔദ്യോഗികമായി രൂപീകരിച്ചു. അയർലൻഡിലെ കത്തോലിക്ക യുവജനങ്ങളുടെ ആത്മീയ, സാമൂഹിക, സാംസ്കാരിക വളർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കൗൺസിൽ വിവിധ പ്രവർത്തനങ്ങൾക്കൊപ്പം കേരളത്തിൽ നിന്ന് ജോലിക്കായും പഠനത്തിനായും എത്തുന്ന യുവജനങ്ങൾക്ക് സഹായഹസ്തമായും പ്രവർത്തിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള സമുദായ അംഗങ്ങളെ കോർത്തിണക്കി ഗ്ലോബൽ നെറ്റ്വർക്ക് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് യൂത്ത് കൗൺസിൽ രൂപീകരണം നടന്നത്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് കൗൺസിലിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ്കുട്ടി ഒഴുകയിൽ, ഗ്ലോബൽ യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ സിജോ ഇലന്തൂർ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെന്നി ആന്റണി, യൂത്ത് കൗൺസിൽ ഗ്ലോബൽ കോർഡിനേറ്റർമാരായ ലിയോൺ ജോസ് വിധേയത്തിൽ, ജസ്റ്റിൻ ജോസ് നടക്കലാൻ എന്നിവർ സംസാരിച്ചു. കൗൺസിലിന്റെ ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള പൊതുചർച്ചയ്ക്ക് ശേഷം അയർലൻഡ് യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്ററായി ജോർജസ് സി മാത്യു, ജനറൽ സെക്രട്ടറിയായി സാൻജോ മുളവരിക്കൽ, ജോയിന്റ് ജനറൽ കോർഡിനേറ്ററായി ഡെനീഷ് ദേവസ്യ എന്നിവരെ തെരഞ്ഞെടുത്തു. ഗ്ലോബൽ യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർമാരായ ഷിജോ ഇടയാടിൽ, അബി മാത്യൂസ്, ജർമ്മൻ ജനറൽ കോർഡിനേറ്റർ ജോമേഷ് കൈതമന, ജോർജ് കുട്ടി, ഗ്ലോറിയ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. തെലങ്കാനയിലെ തകർന്ന തുരങ്കത്തിൽ 48 മണിക്കൂറിലേറെയായി കുടുങ്ങിക്കിടക്കുന്ന 8 തൊഴിലാളികളെ പുറത്തെത്തിക്കുവാനുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായതിനാൽ ദൗത്യം നിലവിൽ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട് തുരങ്കത്തിൽ കുടുങ്ങിയവരുമായി ബന്ധപ്പെടാൻ രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. ചെളിയും വെള്ളവും രക്ഷാദൗത്യത്തിന് തടസ്സമാകുന്നതിനാൽ അവരുടെ അതിജീവന സാധ്യത കുറയുന്നതായി അധികാരികൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് പ്രവർത്തനം ഊർജിതമാക്കിയത്. നാഗർ കുർണൂലിലെ ശ്രീശൈലം അണക്കെട്ടിന് പിന്നിലെ 44 കിലോമീറ്റർ നീളമുള്ള തുരങ്കം ശനിയാഴ്ച രാവിലെ ചില തൊഴിലാളികൾ ചോർച്ച നന്നാക്കുന്നതിനിടെയാണ് തകർന്നു വീണത്. ഇവരിൽ ഭൂരിഭാഗവും രക്ഷപ്പെട്ടെങ്കിലും 8 പേർ കുടുങ്ങിപ്പോകുകയായിരുന്നു. 48 മണിക്കൂർ പിന്നിട്ടെങ്കിലും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. തുരങ്കത്തിന്റെ മുഖത്തുനിന്ന് കുറഞ്ഞത് 13 കിലോമീറ്റർ അകലെയാണ് തകർച്ചയുണ്ടായത്. അറ്റകുറ്റപ്പണിക്കായി തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ബോറിംഗ് മെഷീൻ എടുത്തവരെ രക്ഷാപ്രവർത്തകർ എത്തിയതായി നാഗർ കുർണൂൽ ജില്ലാ കളക്ടർ ബി സന്തോഷ് വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ 2023 ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ ഓപ്പറേഷന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തിലെ 6 പേരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാണ്. സ്ഥലത്തെ ചളി രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. തുരങ്കത്തിൽ ഓക്സിജനും വൈദ്യുതിയും ലഭ്യമാക്കിയിട്ടുണ്ട്. വെള്ളം വറ്റിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. NDRFന്റെ 4 ടീമുകൾ, 24 സൈനികർ, SDRF ഉദ്യോഗസ്ഥർ, സിംഗറേണി കോളിയറീസ് കമ്പനി ലിമിറ്റഡിലെ 23 അംഗങ്ങൾ, ഇൻഫ്രാ സ്ഥാപനത്തിലെ അംഗങ്ങൾ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. 2 എഞ്ചിനീയർമാരും 6 തൊഴിലാളികളുമാണ് കുടുങ്ങിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. കുറച്ചുനാളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരുന്ന തുരങ്കത്തിൽ 4 ദിവസം മുമ്പാണ് വീണ്ടും നിർമ്മാണം ആരംഭിച്ചത്. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണം. കശുവണ്ടി ശേഖരിക്കുന്നതിനിടയിൽ ആദിവാസി ദമ്പതിമാരെ കാട്ടാന ചവിട്ടിക്കൊന്നു. 13-ാം ബ്ലോക്ക് കരിക്കമുക്കിൽ വെള്ളി, ഭാര്യ ലീല എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെ എതിർപ്പറിയിച്ച കത്തോലിക്ക കോൺഗ്രസും രംഗത്തു വന്നു. ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത്. ജനവാസ മേഖലയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായതെന്നാണ് വിവരം. RRT സംഘം പ്രദേശത്തെത്തിയിട്ടുണ്ട്. ആന കൊല്ലപ്പെട്ട ദമ്പതിമാരുടെ മൃതദേഹത്തിനരികിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിനാൽ മൃതദേഹം പ്രദേശത്തുനിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ലെന്നാണ് വിവരം. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. വേലി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനെതിരെ മേഖലയിൽ പ്രതിഷേധവും ശക്തമാണ്. ഇതിനിടെ ആറളത്തുണ്ടായത് അസാധാരണ സംഭവമെന്ന് വനമന്ത്രി AK ശശിധരൻ പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അസാധാരണ പ്രതികരണമുണ്ടാകും. ആറളത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും കർമ്മപരിപാടികൾ തയ്യാറാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും AK ശശിധരൻ പറഞ്ഞു. അവിടെ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റുകയാണ് വേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. അടിക്കാടുകൾ വെട്ടി വന്യജീവികളെ നിയന്ത്രിക്കാനുള്ള സാഹചര്യമൊരുക്കും. ഇതിൽ നിന്ന് ഒളിച്ചോടാനാവില്ല. അതിനനുസരിച്ചുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. സർക്കാരിന്റെ തോട്ടങ്ങളിൽ മാത്രമല്ല, സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലും വന്യമൃഗങ്ങൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ അടിക്കാട് വെട്ടി വന്യമൃഗങ്ങളെ നിയന്ത്രിക്കുമെന്നും AK ശശിധരൻ അറിയിച്ചു. സർക്കാരിന്റെ രൂക്ഷമായ അനാസ്ഥയ്ക്കെതിരെ കത്തോലിക്ക കോൺഗ്രസും രംഗത്ത് വന്നു. യുദ്ധത്തിന്റെ 3-ാം വാർഷികത്തിൽ യുക്രൈനെതിരെ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ട റഷ്യ.
ഗാർക്കിവ്, പൊൾത്താവ, സുമി, കീവ്, ചെർണിവ്, ഒഡേസ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇടങ്ങളിലുൾപ്പെടെ 13 സ്ഥലത്താണ് റഷ്യ ഒറ്റ ദിവസം ഒരേ സമയം വ്യാപക ഡ്രോൺ ആക്രമണം നടത്തിയത്. യുക്രൈനെതിരെ റഷ്യ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ. 267 ഡ്രോണുകളാണ് ഈ പ്രദേശങ്ങളിലേക്ക് പറന്നെത്തിയത്. ഇതിൽ 138 എണ്ണത്തിനെ വെടിവെച്ചിടാനായി എന്നാണ് യുക്രൈൻ വ്യോമസേന പറയുന്നത്. ഇതിനൊപ്പം 3 ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും റഷ്യ നടത്തിയെന്നും യുക്രൈൻ വ്യോമസേന വക്താവ് യുറി ഇഗ്നാത്ത് പറഞ്ഞു. യുക്രൈന്റെ തലസ്ഥാനമായ കീവിൽ ഉൾപ്പെടെ കനത്ത നാശമാണ് റഷ്യൻ ആക്രമണത്തിലുണ്ടായതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുക്രൈൻ വ്യോമ പ്രതിരോധത്തെ തകർക്കാൻ മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ റഷ്യ ഡ്രോൺ ആക്രമണം നടത്താറുണ്ട്. ഇത് തടയാൻ റഷ്യയുടെ വിതരണ ശൃംഖല ലക്ഷ്യമാക്കിയാണ് യുക്രൈൻ ആക്രമണം നടത്തുന്നത്. പുതിയ ആക്രമണത്തിൽ എത്രമാത്രം നാശമുണ്ടായെന്ന് വ്യക്തമല്ല. നിലവിൽ 2 സാധാരണക്കാർ കൊല്ലപ്പെട്ടുവെന്ന വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം 1150 ഡ്രോൺ ആക്രമണങ്ങളാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായത്. 35 മിസൈൽ ആക്രമണങ്ങളും 1400 ഗൈഡഡ് ബോംബുകളും റഷ്യ യുക്രൈനു നേരെ പ്രയോഗിച്ചു. 2022 ഫെബ്രുവരി 24-നാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയത്. നാറ്റോയുടെ ഭാഗമാകാനുള്ള യുക്രൈനിന്റെ ശ്രമത്തിന് പിന്നാലെയുണ്ടായ തർക്കങ്ങൾക്ക് പിന്നാലെയാണ് റഷ്യൻ അധിനിവേശമുണ്ടായത്. അതിനിടെ രാജ്യത്തിന് സമാധാനം കിട്ടുമെങ്കിൽ പദവി ഒഴിയാൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചു. യുക്രൈൻ തലസ്ഥാനമായ കീവിലെ പരിപാടിയിലാണ് രാജിക്ക് ഒരുക്കമാണെന്ന് സെലൻസ്കി പറഞ്ഞതെന്ന് ദി കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തു. യുക്രൈനെ നാറ്റോ അംഗത്വം വേണമെന്നും ആവശ്യപ്പെട്ടു. 2019-ൽ 5 വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സെലൻസ്കി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു. സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നും ട്രംപ് ആരോപിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. രാജ്യത്തിന്റെ സുരക്ഷയിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അല്ലാതെ 20 വർഷത്തെ ഭരണത്തിലല്ല. 10 വർഷം അധികാരത്തിലിരിക്കാൻ പോലും പദ്ധതിയില്ല എന്നും സെലൻസ്കി പറഞ്ഞു. റഷ്യ നിരന്തരം ആക്രമിക്കുകയും 1/5 പ്രദേശം കൈവശപ്പെടുത്തുകയും ചെയ്തതിനാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് നടത്തില്ലെന്നാണ് യുക്രൈന്റെ നിലപാട്. ഈ മാസം റഷ്യയുമായുള്ള സമാധാന ചർച്ചകൾ ട്രംപ് തുടങ്ങിയിരുന്നു. വെടിനിർത്തൽ കരാർ ഒപ്പിട്ടാൽ ഉടനെ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. യുദ്ധസമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താനാകില്ലെന്ന് യുക്രൈനിലെ NGO-കൾ പറഞ്ഞു. ഫെബ്രുവരിയിലെ സർവേ പ്രകാരം അടുത്ത തെരഞ്ഞെടുപ്പിലും സെലൻസ്കി അധികാരത്തിൽ തുടരണമെന്നാണ് 69% യുക്രൈൻകാരും കരുതുന്നത്. ബെർലിൻ ജർമ്മനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിലവിലെ പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രിഡ്രിഷ് മെർസിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് സഖ്യം CDU-CSU സഖ്യം 28.6% വോട്ട് നേടിയെന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആകെയുള്ള 630 സീറ്റിൽ 209 സീറ്റുകളാണ് നിലവിൽ CDU-CSU സഖ്യം നേടിയത്. മേഡ്സാകും അടുത്ത ചാൻസലർ. CDUവിന്റെ അംഗല മെർക്കൽ ചാൻസലറായിരുന്ന കാലത്ത് അധികമാരും ശ്രദ്ധിക്കാതെ പോയ നേതാവാണ് കുടിയേറ്റ വിരുദ്ധനായ മെർസ്. ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷമില്ലാത്തതിനാൽ സർക്കാർ രൂപീകരിക്കുന്നതിനായി മറ്റു പാർട്ടികളുമായി സഖ്യ ചർച്ചകൾ മെർസ് ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. പ്രധാന എതിരാളിയായ SPD-യെ കൂട്ടുപിടിക്കുമോ അതോ മറ്റു ചെറു പാർട്ടികളെ ആശ്രയിക്കുമോ എന്നാണ് അറിയാനുള്ളത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഓൾട്ടർനേറ്റീവ് ഓഫ് ജർമ്മനിയുമായി ഏതായാലും സഖ്യത്തിനില്ല എന്നാണ് മെർസ് വ്യക്തമാക്കിയത്. തിരഞ്ഞെടുപ്പ് വിജയികൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശംസ അറിയിച്ചു. 20.8% വോട്ടുമായി തീവ്ര വലത് പാർട്ടി ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനിയാണ് രണ്ടാമത്. നിലവിൽ ഭരണത്തിലുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 16.4% വോട്ടുമായി നിലവിൽ മൂന്നാമതാണ്. SPD-യുടെ സഖ്യകക്ഷികളിൽ ഒന്നായിരുന്ന ഗ്രീൻസ് 16.16% വോട്ടുകൾ നേടി. ഫലം പുറത്തു വന്നു തുടങ്ങിയതിനു പിന്നാലെ SPD നേതാവായ നിലവിലെ ചാൻസലർ ഒലീഫ് ഷോൾസ് പാർട്ടിയുടെ പരാജയം സമ്മതിച്ചു. നവംബറിൽ ജർമ്മൻ ചാൻസലർ ഒലീഫ് ഷോൾസ് വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് പാർലമെന്റ് പിരിച്ചുവിട്ടതോടെയാണ് ജർമ്മനിയിൽ വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് നടന്നത്. തരൂരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ താൻ അഭിപ്രായം പറയുന്നില്ലെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പുള്ളതെന്നും അതിനുശേഷം അദ്ദേഹം ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ആ ഒരു വിവാദത്തിൽ പ്രതികരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കേരളത്തിലൊരു നേതൃത്വമില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അല്ല, അതൊക്കെ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് മുമ്പ് കൊടുത്ത ഇന്റർവ്യൂ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഏതായാലും അത് ഒരു വിവാദമാക്കാനോ അതുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിനോ ഞാൻ തയ്യാറാണ്. അത് ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്
അദ്ദേഹം UN നിന്ന് വിട്ടു വന്ന സന്ദർഭത്തിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തോട് പാർട്ടി ചേരണമെന്നും പാർട്ടി ഞാൻ അന്ന് പാലക്കാടാണ് സജസ്റ്റ് ചെയ്തത്, പാലക്കാട് നിൽക്കണമെന്നും ഒക്കെ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞെന്നുള്ളത് സത്യമാണ്. അത് ശരിയാണ്, അത് അദ്ദേഹം പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഒരു പാർട്ടിക്ക് അത് അദ്ദേഹത്തെ പോലെ ആൾ വരുന്നത് നല്ലതാണ് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അത് അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നുള്ളത് സത്യമാണ്. അത് ഞാനിവിടെ കോൺഗ്രസിന്റെ അന്ന് KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ എറണാകുളത്ത് നടന്ന KPCCയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിൽ അദ്ദേഹത്തെ പ്രത്യേകം പാർട്ടി അംഗമല്ലാതായിട്ട് കൂടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു. സോണിയാഗാന്ധിയുടെ പങ്കെടുത്ത ആ വേദിയിൽ അദ്ദേഹത്തെ ഇരുത്തി. അങ്ങനെ അദ്ദേഹം പാർട്ടിയിലേക്ക് വരികയാണ് ചെയ്തത്. അതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല. നേതാക്കൾ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സജ്ജരാകുകയും വേണം. പാർട്ടിയിൽ എല്ലാ നേതാക്കളും അനിവാര്യരാണ്. പാർട്ടിയിൽ ഇപ്പോൾ സങ്കീർണമായ പ്രശ്നങ്ങളില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും പാർട്ടി നേതൃത്വം പരിഹരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. CPIMന്റെ അജണ്ട കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നതാണ്. അത് എല്ലാവരും തിരിച്ചറിയണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്ന് CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഫാസിസം സംബന്ധിച്ച രഹസ്യരേഖയെ ഉദ്ധരിച്ച് ചെന്നിത്തല പറഞ്ഞു. ഇനി പുരോഗമനവാദികളാണെന്നും CPM പറയുമോ? രണ്ടാമതും LDF അധികാരത്തിൽ വന്നത് BJPയുടെ വോട്ട് കൊണ്ടാണ്. മോദിയുടെ പിന്തുണ നേടാനുള്ള ഒരു അടവ് നയമാണിതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. അതേസമയം ഒരു തെരഞ്ഞെടുപ്പിലും ഒരു നേതാവിനെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടാറില്ല. ഈ നയത്തിൽ പുനരാലോചനയില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. സംസ്ഥാന നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ നേരിടാനാണ് തീരുമാനം. അതിനപ്പുറം ആർക്കും പ്രത്യേക റോൾ നൽകേണ്ടതില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാടെന്നും ഹൈക്കമാൻഡ് പറഞ്ഞു. വിഷയം നയപരമായി അവതരിപ്പിച്ച് തരൂരിനെയും പിണക്കുന്നില്ലെന്നും തരൂരിന്റെ അഭിമുഖത്തെയും തള്ളിക്കളയാനാണ് തീരുമാനമെന്നും ഹൈക്കമാൻഡ് അറിയിച്ചു. അഭിമുഖത്തിന്റെ പശ്ചാത്തലവും ഉള്ളടക്കവും സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജുൻ ഖാർഗെയുമായും KC വേണുഗോപാൽ സംസാരിച്ചു. വിവാദത്തിൽ പ്രതികരിക്കേണ്ടതില്ലെന്നാണ് വക്താക്കളടക്കം ദേശീയ നേതാക്കൾക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. ദില്ലിയിലുള്ള തരൂർ അഭിമുഖ വിവാദത്തോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്തെ ചില നേതാക്കളുമായി തരൂർ ആശയവിനിമയം നടത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തയ്യാറാക്കിയ അഭിമുഖമാണ് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുന്നതെങ്കിലും അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ തരൂർ തയ്യാറാകുന്നില്ല. ഈ കലഹം ഗുണം ചെയ്യില്ലെന്നറിയാമെങ്കിലും നിലപാട് ഇതുവരെ തരൂർ തിരുത്തി പറഞ്ഞിട്ടില്ല. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ ലഭിച്ച നിക്ഷേപ വാഗ്ദാനങ്ങളിൽ 60% യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി P. രാജീവ്. മൊത്തം 1.53 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ലഭിച്ചത്. ഇവിടെ വിലയിരുത്തൽ 2 ആഴ്ചക്കുള്ളിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. താൽപര്യപത്രങ്ങൾ നിയമനത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ചാണോ എന്ന് മാത്രം പരിശോധിച്ച് മാത്രമേ ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് കടക്കൂ. ഉച്ചകോടിക്ക് ശേഷവും നിക്ഷേപ വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. ചെറി ഹോൾഡിംഗ്സിന് 4400 കോടി രൂപയുടെയും സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 500 കോടിയുടെയും EF കൺസ്ട്രക്ഷന്റെ 2500 കോടിയുടെയും പദ്ധതികൾ ഇതിൽപ്പെടും. RP ഗ്രൂപ്പിന്റെ നിക്ഷേപ വാഗ്ദാനം 2000 കോടിയിൽ നിന്ന് 4000 കോടിയായും ഉയർത്തിയിട്ടുണ്ടെന്ന് P. രാജീവ് പറഞ്ഞു. ഓരോ മേഖലയിലെയും പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ 7 അംഗ സംഘത്തിനൊപ്പം അതാത് മേഖലയിലെ വിദഗ്ധരെയും ചുമതലപ്പെടുത്തും. പദ്ധതികളുടെ പുരോഗതി ഡാഷ്ബോർഡ് വഴി പൊതുജനങ്ങൾക്ക് കാണാൻ സൗകര്യമൊരുക്കും. 2 ആഴ്ചയ്ക്കൊരിക്കൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുരോഗതി വിലയിരുത്തും. അനുമതികൾ വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി തല സമിതി ഉണ്ടാകും. വ്യവസായ വാണിജ്യ ചേംബറും സംഘടനകളും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും അവരുടെ യോഗം 2 ആഴ്ചയ്ക്കുള്ളിൽ ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതകളോട് ചേർന്ന് ലോജിസ്റ്റിക് പാർക്കുകൾ വികസിപ്പിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതികളാണിതെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. അപ്പുറത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേരളം പഴയ കേരളമല്ല, ഇത് പുതിയ കേരളമാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിച്ച് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് അനുകൂലമല്ല. പല അഭിപ്രായങ്ങളുണ്ടാകും, നിലപാടുകളുണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെയും ഒരു ബോധമെന്നുള്ളത്. 5ാമത്തെ വ്യാപാര ദിനത്തിലും നഷ്ടം നേരിട്ട് വിപണി. താരിഫ് ഭീഷണിയും വളർച്ചാ ആശങ്കകളും ആഗോളതലത്തിൽ സൂചികകൾക്ക് തിരിച്ചടിയായി. എല്ലാ സെക്ടറുകളിലേക്കും തകർച്ച വ്യാപിച്ചു. സെൻസെക്സ് 800 പോയിന്റിലേറെ നഷ്ടത്തിൽ 74,509-ലെത്തി. നിഫ്റ്റിയാകട്ടെ 226 പോയിന്റ് ഇടിഞ്ഞ് 22,570-ലുമെത്തി. കനത്ത തകർച്ച നേരിട്ടതോടെ
BSE ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ മൊത്തം വിപണി മൂല്യം 5.07 ലക്ഷം കോടി കുറഞ്ഞ് 397.13 ലക്ഷം കോടിയിലെത്തി. ട്രംപിന്റെ താരിഫ് ഭീഷണികളുടെ നശീകരണ ശക്തി സംബന്ധിച്ച ആശങ്കകൾ ആഗോളതലത്തിലേക്ക് വ്യാപിച്ചു. US-ൽ പണപ്പെരുപ്പം വീണ്ടും കൂടിയേക്കാമെന്ന ആശങ്കകൾ അതോടൊപ്പം പരന്നു. സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുമുള്ള ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വിലയിരുത്തുന്ന സൂചികയായ US കൺസ്യൂമർ സെന്റിമെന്റ് ഇൻഡെക്സ് 15 മാസത്തെ താഴ്ന്ന നിലയിലേക്ക് പതിച്ചു. വളർച്ചാ ആശങ്കകൾക്കിടെ വെള്ളിയാഴ്ച വാൾസ്ട്രീറ്റിലുണ്ടായ നഷ്ടം ഏഷ്യൻ വിപണിയിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. നിഫ്റ്റി IT സൂചിക 1.8% ഇടിഞ്ഞു. L&T ടെക്നോളജി, പെർസിസ്റ്റന്റ് സിസ്റ്റംസ്, കോർഫ്രേജ് എന്നീ ഓഹരിയിലെ ഇടിവാണ് സൂചികയെ ബാധിച്ചത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.